ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാനുള്ള പാതയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ 15ാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യക്ക് രാഷ്ട്രീയ സ്ഥിരതയും സാമ്പത്തിക സ്ഥിരതയും ഉണ്ടെന്ന് മോദി പറഞ്ഞു. ഇന്ത്യ ജപ്പാൻ സഹകരണത്തിന് ദക്ഷിണ ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകാനാകുമെന്നും മോദി പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധവും വാങ്ങുന്നതിന് ഇന്ത്യക്കെതിരെ US പ്രഖ്യാപിച്ച പിഴച്ചുങ്കം നിലവിൽ വന്നതിന് പിന്നാലെയാണ് മോദിയുടെ പ്രസംഗം. ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത്ത്, ഏറെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പോകാനിരിക്കുന്നത് ചൈനയിലേക്കാണ്. എന്തൊക്കെയാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്? വിശദാംശങ്ങൾ. അധിക തീരുവ ചുമത്തി ഇന്ത്യയെ വരുതിയിലാക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളെ പരോക്ഷമായി വെല്ലുവിളിക്കുന്ന പ്രസ്താവനയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സായി വളരാൻ സാധിക്കുമെന്ന ഒരു വിശദീകരണവും അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ നൽകുന്നുണ്ട്. രാഷ്ട്രീയ സ്ഥിരതയും അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിരതയും ഇന്ത്യയിൽ ഇന്നുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ജപ്പാൻ സഹായം ഇരട്ടിയാക്കുമെന്ന സംയുക്ത പ്രസ്താവനയും ഇരു രാജ്യങ്ങളുടെ തലവന്മാർ പുറപ്പെടുവിച്ചു. ഓട്ടോമൊബൈൽ വ്യവസായം, അതേപോലെ തന്നെ എയ്റോസ്പേസ്, സാങ്കേതിക വിദ്യാ സഹകരണം എന്നീ മേഖലകളിൽ കൂടുതൽ ബന്ധം ശക്തമാക്കും. ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏഷ്യൻ വിപണി ശക്തമാകും. അതുപോലെ തന്നെ അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനൊരു മറുപടി തന്നെയായിരിക്കും ഇന്ത്യ ജപ്പാൻ സഹകരണം എന്നൊരു സൂചനയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന നൽകുന്നത്.